നമസ്കാരം. സുരേഷ് ഗോപിൻ്റെ കൂടെ ഒരു ചായ കുടിച്ചാലോ? ഓർമ്മയില്ലേ? കോഫി വിത്ത് SG. അല്ലെങ്കിൽ വേണ്ട, സുരേഷ് ഗോപിൻ്റെ കൂടെ നമുക്ക് കലുങ്കിലിരുന്ന് സംസാരിക്കാം. ഓർമ്മയില്ലേ? തൃശ്ശൂരെ നാട്ടിലെ കലുങ്കുകളിൽ മുഴുവൻ പോയിരുന്ന് സംസാരിച്ചത്. ടോക്കിംഗ് വിത്ത് SG ഇൻ കലുങ്ക് എന്ന് പേരിടാം. എങ്ങനെ ഉണ്ടാവും? എന്നാൽ ഇങ്ങനെയുള്ള പരിപാടികൾക്കുള്ള സാധ്യതകൾ സുരേഷ് ഗോപി എന്ന താരത്തിൻ്റെ പ്രഭ വെച്ച് BJP അതിൻ്റെ ആഴത്തിലാരാഞ്ഞു. സുരേഷ് ഗോപി അതിൻ്റെ എക്സ്ട്രീമിൽ പോയി. കുറേ നാൾ സുരേഷ് ഗോപി കലുങ്കിലിരുന്ന് വർത്താനം പറഞ്ഞു. ആദ്യകാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ഈ ലോക്സഭയ്ക്ക് മുന്നേ മൂപ്പര് കോഫി വിത്ത് SG ആയിരുന്നു. അത് കഴിഞ്ഞ് കലുങ്കിലിരുന്ന് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ തൃശ്ശൂരിലും പാലക്കാട്ടൊക്കെ പോയി കലുങ്കിലിരുന്ന് സംസാരിച്ചു. അവിടുത്തെ പാവപ്പെട്ട വൃദ്ധരായ ആളുകളുടെ അപേക്ഷകളും അത് കഴിഞ്ഞ് പാവപ്പെട്ട അമ്മമാരുടെ ആവശ്യങ്ങളുമൊക്കെ പരിഹസിക്കപ്പെടുന്നതും ചീത്ത വിളിക്കുന്നതും പലതും പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടു. എന്നിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ, അതിൻ്റെ അപ്പുറത്തുള്ള ഗുരുവായൂരും കൊടുങ്ങല്ലൂരും അടക്കമുള്ള നഗരസഭകളൊക്കെ പിടിച്ചടക്കി സുരേഷ് ഗോപി സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അങ്ങനെ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അങ്ങനെ സുരേഷ് ഗോപി കലുങ്ക് സംവാദം ഒരു വഴിക്ക് ആളുകളൊക്കെ ആക്കിയതിന് ശേഷം BJP പറഞ്ഞു, തൽക്കാലം അത് നിർത്തിക്കോ, നമുക്ക് കോഫി വിത്ത് SG വീണ്ടും തുടങ്ങാം. അങ്ങനെ കോഫി വിത്ത് SG വീണ്ടും തുടങ്ങി. ഒടുക്കം കലുങ്കുമില്ല കോഫിയില്ല എന്നുള്ള അവസ്ഥയിലാണ് തൃശ്ശൂരിൻ്റെ കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ താരപ്രഭയിലും BJPയുടെ വാഗ്ദാനങ്ങളിലും വീണ വോട്ടുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, BJPക്ക് മുമ്പുണ്ടായിരുന്ന പലതും തൃശ്ശൂരിൽ കൈവിട്ടു പോകുന്ന അസാധാരണമായ കാഴ്ചയും നമ്മൾ കണ്ടു. ആ കാഴ്ചകൾ എന്തൊക്കെയാണ്? സുരേഷ് ഗോപി ഈ പ്രഭയിലിരുന്ന് BJPയെ തൃശ്ശൂരിൽ ഉത്തരോത്തരം ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചവിടെ പോയി ലോക്സഭയിൽ ജയിച്ചു. അതിനുശേഷമുള്ള സാഹചര്യം, തിരുവനന്തപുരത്ത് അവരുടെ കോർപ്പറേഷൻ പിടിച്ച നേട്ടത്തിൻ്റെ അടുത്തെങ്ങും എത്താത്ത വിധം ആയി എന്ന് മാത്രമല്ല, കയ്യിലിരുന്ന പലതും പോവുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ UDFന് നിർണായകമായ റോളുണ്ട്. LDFും അവിണിശ്ശേരി പഞ്ചായത്തിലൊക്കെ ഇടപെടൽ പ്രത്യേകമായി നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് തൃശ്ശൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചത്? എന്തൊക്കെയാണ് റിസൾട്ട്, സുരേഷ് ഗോപി ഉണ്ടാക്കി കൊടുത്ത റിസൾട്ട് എന്ന് പരിശോധിക്കാനാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത്. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് തുടങ്ങാം. അത് അവിണിശ്ശേരി പഞ്ചായത്താണ് പ്രധാനം. അവിടെ UDFന് ഭരണമുണ്ടായിരുന്ന പഞ്ചായത്താണ്. അവിടുത്തെ ഇപ്പോഴത്തെ റിസൾട്ട് എന്താണെന്നറിയോ? കലുങ്ക് സംവാദം, കോഫി വിത്ത് SG എല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ ഇപ്പോഴത്തെ റിസൾട്ട്, സ്വന്തമായി ഉണ്ടായിരുന്ന BJPയുടെ പഞ്ചായത്തിൽ ഇപ്പോൾ 7 സീറ്റാണ് NDAക്കുള്ളത്. എന്നാൽ UDF 7 സീറ്റ്, LDF 2 സീറ്റ്. അങ്ങനെ കയ്യിലിരുന്നൊരു പഞ്ചായത്ത് പുഷ്പം പോലെ പോയി കിട്ടി. ഇനി അത് LDFും UDFും കൂടി ഭരിക്കും എന്നുള്ളതാണ് സ്ഥിതി. അവിടെ BJPയുടെ നിലവിലിരുന്ന മേൽക്കൈ നഷ്ടപ്പെടുത്തി. സുരേഷ് ഗോപിയുടെ കോഫി വിത്ത് SGയും അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളും ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം. അവിണിശ്ശേരിയിൽ നിന്ന് നേരെ കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ നമുക്കറിയാം, കൊടുങ്ങല്ലൂർ അമ്പലം വെച്ചിട്ടുള്ള BJPയുടെ പതിവ് രീതികളാണ്. കേരളത്തിൽ എല്ലായിടത്തും BJPയുടെ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാകുന്നത് അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചാണ്. കൊടുങ്ങല്ലൂരിലും വലിയ തോതിലുള്ള ഓപ്പറേഷൻ നടത്തി അവിടെ ഇത്തവണ സുരേഷ് ഗോപി ഉണ്ടാക്കിയ നേട്ടത്തിൻ്റെ അനുരണനം അവിടെയും ഉണ്ടാകും എന്നവർ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായി ഇത്തവണ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി BJPക്ക് കിട്ടിയോ? ഇല്ല. കൊടുങ്ങല്ലൂരിൽ 2ാം സ്ഥാനത്ത് മാത്രമാണ് എത്തിയത്. LDF അവിടെ ഭരണം പിടിച്ചു. LDFനെ തോൽപ്പിച്ച് ഭരണം പിടിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യമാണ് കൊടുങ്ങല്ലൂരും അങ്ങനെ തീരുമാനമാക്കി സുരേഷ് ഗോപി. മൂന്നാമത്തേത് ഗുരുവായൂരാണ്. ഗുരുവായൂർ ക്ഷേത്ര ഭൂമിയാണ് എന്നാണ് BJP തങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള കാരണമായി പറഞ്ഞിരുന്നത്. ഗുരുവായൂരിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ താരമാണല്ലോ ഇപ്പോൾ. ആ രാഹുൽ ഗാന്ധി ഉണ്ടാക്കി കൊടുത്ത പാൻ ഇന്ത്യൻ ഇമേജ് വെച്ച് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആ പ്രഖ്യാപനം, തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആ പ്രഖ്യാപനം ഞാൻ വായിക്കാം. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ക്ഷേത്രനഗരമായ ഗുരുവായൂരിൻ്റെ പുണ്യഭൂമിയെ ക്ഷേത്രം കൊള്ളക്കാരായ ഇടതിൽ നിന്നും വർഗീയ കോൺഗ്രസിൽ നിന്നും മോചിപ്പിക്കാൻ സമയമായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ സുരേഷ് ഗോപിക്ക് 8700-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകി നഗരസഭയിലെ 65% വാർഡിലും 1ാം സ്ഥാനം നൽകിയ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ നിവാസികളെ ഗുരുവായൂരിൻ്റെ മോചനത്തിനായി, വികസനത്തിനായി ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും BJPക്കൊപ്പം ഒറ്റക്കെട്ടായി നിലകൊള്ളുക. ഇതെൻ്റെ സ്നേഹപൂർവ്വം നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ് എന്ന് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യമായി പെടുത്തുകയാണ് ഗുരുവായൂരിനെ കുറിച്ച് പറയുമ്പോൾ. അതിനുശേഷം അവർ അത് പിടിക്കും, അത് കിട്ടി എന്ന മട്ടിലാണ് പ്രചരണം നടത്തിയത്. സുരേഷ് ഗോപിയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ എന്താണ് സ്ഥിതി? LDF 23, UDF 16, BJP 2, 5 മറ്റുള്ളവർ. BJPക്ക് 2 സീറ്റ് കിട്ടി. ഇതാണ് സ്ഥിതി. എല്ലാ ബൂത്തിലും എല്ലാ മണ്ഡലത്തിലും ഞങ്ങൾ ഒന്നാമതെത്തിയെന്ന് BJP പറഞ്ഞ് സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഉറപ്പിച്ച് അത് പിടിച്ചെടുക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തിയ ആ പോയ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ BJPക്ക് ഭരണം പിടിക്കാനായില്ല എന്ന് മാത്രമല്ല 7 അയലത്തെത്താനും കഴിഞ്ഞില്ല. ഇനി സർവ്വപ്രധാനമായൊരു കേന്ദ്രം കോർപ്പറേഷനാണ്. ഇതൊക്കെ പോട്ടെ, ഗുരുവായൂർ അപ്പുറത്താണ്, കൊടുങ്ങല്ലൂർ ഇപ്പുറത്താണ്, പിന്നെ അവിണിശ്ശേരിയൊക്കെ ഏതോ സ്ഥലത്താണ്, പഞ്ചായത്താണ്. എന്നാൽ തൃശ്ശൂർ എന്ന സെൻറ്റർ
തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മണ്ണ് അത് ഇത്തവണ പിടിക്കുമെന്ന് BJP തീരുമാനിച്ചതാണ്. കഴിഞ്ഞ തവണ ഒരു വിമതൻ്റെ കോൺഗ്രസ് വിമതൻ വിജയിച്ച് LDF പിന്തുണച്ചത് കൊണ്ട് മാത്രം LDF 5 വർഷം പൂർത്തിയാക്കിയ അദ്ദേഹത്തെ അവർ കോർപ്പറേഷൻ്റെ മേയറും ആക്കി. ആ മേയറുണ്ടാക്കിയ പുകിലുകൾ എന്തൊക്കെയാണ് എന്ന് അതിൻ്റെ റിസൾട്ട് വന്നപ്പം LDF മനസ്സിലായി. ഏതായാലും അമ്മാതിരി മേയർമാരെ ഇനി ജന്മത്തിലുണ്ടാക്കില്ല എന്ന് LDF പ്രതിജ്ഞ എടുത്തിട്ടുണ്ടാവും. എന്തായാലും അങ്ങനെ ഒരു മേയറിൻ്റെ സുരേഷ് ഗോപി ആരാധകനായ ഒരു മേയറിൻ്റെ തുടർച്ചയായി തൃശ്ശൂർ കോർപ്പറേഷൻ BJP പിടിക്കും, മേയറിൻ്റെ പിന്നിലൂടെയുള്ള പിന്തുണയും അവരെ സഹായിക്കും എന്നാണ് BJPയും സുരേഷ് ഗോപിയും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ കോർപ്പറേഷനിൽ എന്താണ് സ്ഥിതി? ഇത്തവണ 8 സീറ്റാണ് BJPക്ക് തൃശ്ശൂർ കോർപ്പറേഷനിൽ കിട്ടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റുകളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 35 വാർഡുകളിൽ ലോക്സഭാ വോട്ട് നിലയിൽ പരിശോധിച്ചാൽ കോർപ്പറേഷന് കീഴിലുള്ള 35 വാർഡുകളിൽ BJPയാണ് മുന്നിൽ നിന്നിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20-ലധികം വാർഡുകൾ BJPക്കൊപ്പം നിന്നിരുന്നു. അന്നേരം തൃശ്ശൂർ പിടിച്ചിട്ടില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃശ്ശൂർ സുരേഷ് ഗോപി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 35 സീറ്റിലധികം ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ തുടർച്ചയായി ഉറപ്പായും തൃശ്ശൂർ കോർപ്പറേഷൻ നമ്മൾ പിടിക്കുമെന്നാണ് സുരേഷ് ഗോപിയും BJPയും പ്രഖ്യാപിച്ചത്. അതിനുവേണ്ടി സുരേഷ് ഗോപി എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കി. കോഫി വിത്ത് സുരേഷ് ഗോപിയും അതിനു മുമ്പ് കലുങ്ക് സംവാദവും അടക്കം നടപ്പാക്കി. എന്നിട്ട് തൃശ്ശൂരിലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ വരുമ്പോൾ അത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുക, ഇത് നിങ്ങൾ MLAയോട് ചോദിക്കുക, മറ്റേ ആളോട് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു. നിങ്ങൾക്ക് വീട് തരാൻ എനിക്ക് പറ്റില്ല, എന്നിട്ട് അത് കഴിഞ്ഞ് അവിടെ കൊണ്ട് കുത്താനല്ലേ എന്ന് ആളുകളോട് പറഞ്ഞു. പ്രജകളെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അഭിസംബോധന ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കലുങ്ക് സംവാദം നിർത്തിക്കോ, SG കോഫി മതി എന്ന് പറഞ്ഞത്. അങ്ങനെ കോഫി വിത്ത് SG നടപ്പാക്കി സുരേഷ് ഗോപി. അതിൻ്റെ തുടർച്ചയായി കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നത് 8 സീറ്റാണ് അവർക്ക് കിട്ടിയത്. ലോക്സഭയിൽ 35-ഉം നിയമസഭയിൽ 20-ഓളം സീറ്റുകളും ഉണ്ടായിരുന്നിടത്ത് ഇത്തവണ 8 സീറ്റ് കിട്ടി. സുരേഷ് ഗോപിയുടെ താരപ്രഭാവത്തിൻ്റെ ബക്കറ്റിൽ വീണ സീറ്റുകൾ. ഇതാണ് UDF സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിജയമാണ് തൃശ്ശൂരിലുണ്ടായത്. സുരേഷ് ഗോപി നിഷ്പ്രഭനാക്കുന്നതിൽ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഫൈറ്റ് നടത്തിയ CPIയുടെ VS സുനിൽകുമാർ ഉണ്ടായിരുന്നു രണ്ടാമതെത്തിയത്. ഒരുപക്ഷെ ആ തരത്തിലുള്ള ഫൈറ്റ് അവിടെ നടന്നു. K മുരളീധരനൊക്കെ പോയതുകൊണ്ടുകൂടി വോട്ട് വലിയ തോതിൽ സ്പ്ലിറ്റായി. ഉള്ളത് BJPയിലേക്കും പോയി. അങ്ങനെ CPM, LDF, CPIയും ഒക്കെ അതിശക്തമായ നിലപാട് അവിടെ തുടർന്നു. 2ാം സ്ഥാനത്ത് എത്തി എങ്കിലും സീറ്റ് നഷ്ടപ്പെട്ടു. എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തൃശ്ശൂരിൽ അതിശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നതും വിജയിച്ച് കയറുന്നതും UDF ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ തവണ സ്വതന്ത്രൻ്റെ പിന്തുണ എങ്ങനെയാണ് LDF അത് പിടിച്ചത് എന്നും കോർപ്പറേഷൻ ഭരണം നിലനിർത്തിയത് എന്നും നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മേയറുടെ നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരു മേയറാവാൻ വേണ്ടി മാത്രം LDF പിന്തുണച്ച UDFൻ്റെ റിബൽ സ്ഥാനാർത്ഥി, സ്വതന്ത്രനായി നിന്ന് വിജയിച്ച ആൾ. എന്നാൽ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏകപക്ഷീയമായി തന്നെ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. 56-അംഗ കോർപ്പറേഷനിൽ 33 സീറ്റുകളാണ് UDF നേടിയത്. അങ്ങനെയാണ് അവർ അധികാരത്തിലെത്തുന്നത്. 11 സീറ്റുകളിലേക്ക് LDF ഒതുങ്ങി. ഈ ഇടത്താണ് 8 സീറ്റുകൾ മാത്രമായി കോർപ്പറേഷൻ പിടിക്കാൻ പോയ സുരേഷ് ഗോപിയും സംഘവും ഈ അവസ്ഥയിലെത്തിയത്. BJPയെ പോലെ തന്നെ LDFും വലിയ പ്രചരണം അവിടെ നടത്തിയിരുന്നു. പക്ഷേ അടിത്തറയിൽ നമുക്കറിയാം തൃശ്ശൂർ UDFൻ്റെ ഒരു കോർ വോട്ടുള്ള മണ്ഡലമാണ്. അവിടെ ആ വോട്ടുകളൊക്കെ തിരിച്ചെത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പിണറായി വിജയൻ്റെയും CPMൻ്റെയും പ്രചരണവും ഫലവത്തായില്ല. BJPയുടെ അതിനപ്പുറത്ത് കടക്കുന്ന പ്രചരണങ്ങൾ 7 അയലത്തെത്തിയില്ല റിസൾട്ടിൻ്റെ കാര്യത്തിൽ എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ സാഹചര്യം പ്രധാനമാണ്. എന്താണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രാധാന്യത്തിൻ്റെ ഈ റിസൾട്ട് എന്ന് നമുക്ക് മനസ്സിലാവും. മാധ്യമ പ്രാധാന്യം, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലെ ശൈലി, അദ്ദേഹം നടത്തിയ കാര്യങ്ങൾ, ഇതൊക്കെ വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ട ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് കിട്ടിയ പ്രാധാന്യത്തിനപ്പുറത്ത് അദ്ദേഹം എങ്ങനെ ആളുകളെ കൈകാര്യം ചെയ്തു എന്ന് നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ച് സിനിമ സ്റ്റൈലിൽ നിരന്തരം അഭിനയിച്ച് സിനിമയിലും ജീവിതത്തിലും അഭിനയിക്കുന്ന മട്ടിൽ അദ്ദേഹം രംഗത്തിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. എന്നാൽ തൃശ്ശൂരിനോടുള്ള ആത്മാർത്ഥത, അദ്ദേഹത്തിൻ്റെ താമസം, വോട്ട് എല്ലാം ഞാൻ അവിടെയാണെന്ന് പ്രഖ്യാപിച്ച സുരേഷ് ഗോപി ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പോയതിന് ശേഷം ഒരു കോഫി വിത്ത് സുരേഷ് ഗോപി എന്നും മറ്റ് ചില പരിപാടികൾക്കും എത്തിയതല്ലാതെ അവിടുന്ന് തെരഞ്ഞെടുപ്പിലെ വോട്ട് പോലും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് വിവാദമായി നമ്മൾ കണ്ടതാണ്. തൃശ്ശൂരിൽ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർത്തതിന് അനധികൃതമാണ് എന്ന വാർത്തകൾ നിരന്തരം വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞതുപോലെയല്ല. അദ്ദേഹം തൃശ്ശൂരിലെ വീടൊക്കെ വിറ്റു എന്നാണ് വിശദീകരിക്കുന്നത്. ഇപ്പം നമ്മൾ വീടൊക്കെ മാറി തിരുവനന്തപുരത്ത് ആണ് എൻ്റെ വോട്ട്, അവിടെ പണ്ടേ അവിടെയാണുള്ള വോട്ട് എന്ന മട്ടിലേക്ക് സുരേഷ് ഗോപി എത്തി. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ. അത് കലിങ്കിലിരുന്നിട്ടായാലും കോഫി കുടിച്ചുകൊണ്ടായാലും അദ്ദേഹം നടത്തിയ ഇടപെടലുകളുടെ റിസൾട്ട് BJPക്ക് ഒരു
തരത്തിലും ഗുണകരമായില്ല. അവിടെ ഉണ്ടാക്കപ്പെട്ട മുന്നേറ്റം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കപ്പെട്ട മുന്നേറ്റം സുരേഷ് ഗോപിയുടെ ആ ആദ്യത്തെ അവതരണത്തിൽ അദ്ദേഹത്തിൻ്റെ താരപ്രഭയിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്തതിൻ്റെയും സാഹചര്യത്തിൽ കിട്ടിയ പിന്തുണയാണ് എന്നത് ഒരിക്കൽ തെളിഞ്ഞിരിക്കുന്നു ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പല മട്ടിലും നടന്ന ചർച്ചകൾ ഒരിക്കൽ കൂടി ഒരു വോട്ടെടുപ്പിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. മറ്റിടങ്ങളിൽ ബി ജെ പിക്ക് ഉണ്ടായ മുന്നേറ്റം, തിരുവനന്തപുരത്ത് അടക്കം ഉണ്ടാക്കിയ മുന്നേറ്റത്തിൻ്റെ ആനുപാതികമായ ഒരു മുന്നേറ്റം അവിടെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ മുന്നേറ്റത്തിന് ഉണ്ടായ തിരിച്ചടി, സുരേഷ് ഗോപി എന്ന താരം അദ്ദേഹത്തിന് കിട്ടിയ പിന്തുണ അതിൽ കൂടിയതൊന്നും ആയിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ്. മാത്രമല്ല, അദ്ദേഹം നടത്തിയ ചില ഇടപെടലുകൾ ഡാമേജ് ഉണ്ടാക്കി ബി ജെ പിക്ക് എന്നുകൂടി, ബി ജെ പിക്ക് നഷ്ടപ്പെട്ട സീറ്റുകളുടെ കണക്ക് അത് അവണിശ്ശേരി ആയാലും മറ്റ് മണ്ഡലങ്ങളിലും ഒക്കെ ആനുപാതികമായി അവർക്ക് ലഭിക്കും എന്ന് കരുതിയിരുന്നത് ലഭിക്കാതിരിക്കുകയും ഉള്ളത് നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ കൂടെ ഇനി വേണമെങ്കിൽ ഒരു ചായ കുടിക്കാം, അല്ലെങ്കിൽ കലിങ്കിൽ ഇരുന്നിട്ട് ചായ കുടിക്കാം, ആർക്ക് വേണമെങ്കിലും വരാം. ഇവിടെയല്ല, അവിടെ പോയിട്ട് തൃശ്ശൂരേക്ക് വരാം. അവിടെ പോയാൽ ചിലപ്പം ചായ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.